ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ഇന്ന് പ്രതീകാത്മക ജലമേളയാണ് നടക്കുക. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതിയും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഇന്നായതിനാലാണ് ആചാരത്തിന്റെ ഭാഗമായ ജലഘോഷയാത്ര ഇന്ന് നടത്തുന്നത്. 26 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. വള്ളംകളി ഉൾപ്പെടെ വിപുലമായ ചടങ്ങുകൾ അടുത്ത മാസം 18-നാണ് നടക്കുക. CG ഉമേഷ് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും നൽകാനായി ചേരുന്നുണ്ട്. ഉമേഷ്, ഇന്ന് പ്രതീകാത്മക ജലമേളയാണ്. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാൾ അടുത്ത മാസമാകുമ്പോഴേക്കും 17 മുതൽ കന്നിയാവുകയാണ്. പക്ഷേ വള്ളംകളി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അടുത്ത മാസവും. തത്സമയ വിശേഷങ്ങൾ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ടാണ് ഉത്രട്ടാതി ജലമേളയും മത്സരവള്ളംകളിയും ഒക്കെ രൂപപ്പെട്ടത്. ഇന്നാണ് ആ പ്രതിഷ്ഠാദിനം. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ഇന്നാണ്. ഇനി അതുകൊണ്ടാണ് പ്രതീകാത്മകമായ ജലമേള ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. 27 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ആറന്മുള ജലമേളയിൽ ഏതാണ്ട് 52 പള്ളിയോടങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ 77 പള്ളിയോടങ്ങൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ആചാരത്തിന്റെ ഭാഗമായി പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നത്. ഈ ഭാഷകളിലായി 26 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. അത് പമ്പയുടെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പമ്പയുടെ പത്രക്കടലിൽ നിന്ന് ആരംഭിച്ച ജലഘോഷയാത്രയാണ്. ക്ഷേത്രത്തിന് പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ആയതുകൊണ്ട് ഇത്തരത്തിൽ ചടങ്ങുകൾ നടക്കുന്ന. വിപുലമായ ജലഘോഷയാത്രയും മത്സരവള്ളംകളിയും ഒക്കെ ഇനി നടക്കുക. തിരുവോണം കഴിഞ്ഞിട്ടുള്ള ഉത്രട്ടാതിയാണ്, അന്ന് അത് കന്നിമാസത്തിലെ ഉത്രട്ടാതിയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. തെക്കേമുറി കിഴക്കേ ഇടനാട് ഈ പള്ളിയോട് മുന്നോട്ട് പോകും. മാനക്കരയും കോഴിപ്പുറവും മാനക്കരയും കോഴിപ്പുറവും മാനക്കരയും കോഴിപ്പുറവും പ്രതീകാത്മകമായി 26 പള്ളിയോടങ്ങളുടെ ജലഘോഷയാത്ര ഓരോ പള്ളിയോടത്തെയും പരിചയപ്പെടുത്തുന്ന പ്രഖ്യാപനം, അനൗൺസ്മെന്റ് ആണോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്? പരിചയപ്പെടുത്തുന്ന ചടങ്ങുകളല്ല. ഓരോ പള്ളിയോടങ്ങളും സീറ്റ്സനുസരിച്ച് 2 പള്ളിയോടങ്ങൾ വീതമാണ് മുകളിലേക്ക് മത്സരവള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റായ പരപ്പുഴക്കടവിലേക്ക് പോകുക. ഈ സത്രക്കടവിൽ ആറന്മുള ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്തായുള്ള സത്രക്കടവിൽ നിന്ന് മത്സരവള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റായ പരപ്പുഴക്കടവിലേക്കാണ് ജലഘോഷയാത്ര നടക്കുക. 2 പള്ളിയോടങ്ങൾ വീതം A, B ബാച്ചുകളിലായി പ്രത്യേകം തരംതിരിച്ച് 2 പള്ളിയോടങ്ങൾ വീതമാണ് ജലഘോഷയാത്രയിൽ ഭാഗമാകുക. അങ്ങനെ അണിനിരക്കേണ്ട പള്ളിയോടങ്ങളുടെ പേരുകൾ വിളിച്ചു പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അങ്ങനെ ഏറെക്കുറെ ഏതാണ്ട് പകുതിയിലധികം വള്ളങ്ങൾ ജലഘോഷയാത്രയായി പള്ളിയോടങ്ങൾ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. പരപ്പുഴക്കടവിൽ ക്ഷേത്രത്തിന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മുകളിലുള്ള പരപ്പുഴക്കടവിലേക്ക് അവിടേക്ക് പള്ളിയോടങ്ങൾ എത്തും. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിലേക്ക് എത്തും. ക്ഷേത്രക്കടവിൽ നിന്ന് പള്ളിയോട സേവാ സംഘം നൽകുന്ന ദക്ഷിണ വെറ്റ പോലെ വാങ്ങി ഈ ജലഘോഷയാത്ര അവസാനിപ്പിക്കും. അത്തരത്തിൽ ചടങ്ങിന് മാത്രമായാണ് നടക്കുന്നതെങ്കിൽ പോലും ധാരാളം ആളുകൾ പള്ളിയോടങ്ങളുടെ ഈ ജലഘോഷയാത്ര കാണാനായി എത്തിയിട്ടുണ്ട്. ആറന്മുളയെ സംബന്ധിച്ച് ഓണാഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും എല്ലാം പള്ളിയോടങ്ങളുമായി ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഉത്രട്ടാതി ആയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ സാധാരണ ഗതിയിൽ ഈ പ്രദേശത്തേക്ക് എത്തുന്ന ആളുകളൊക്കെ മത്സരവള്ളംകളി അതിന് ആവേശവും കാണാനാണെങ്കിൽ ഇന്നിപ്പോൾ ഈ ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് നടക്കുന്നതെങ്കിൽ പോലും ആയിരക്കണക്കിന് ആളുകൾ പമ്പയുടെ ചടങ്ങുകളിലും ഈ ദൃശ്യങ്ങൾ കാണുവാനായി ഒക്കെ എത്തിയിട്ടുണ്ട്. പള്ളിയോടങ്ങൾ അങ്ങനെ ആടയാഭരണങ്ങളൊക്കെ ചാർത്തി ജലമേളയ്ക്കാണ് നിരക്കുന്നത്. തൃശ്ശൂർ പൂരത്തിലൊക്കെ കൊമ്പന്മാർ അങ്ങനെ നിലനിൽക്കുന്നത് പോലെ തന്നെ കാണാൻ ആരാധകർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. എന്തായാലും ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജലഘോഷയാത്രയുടെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിലേക്ക് എത്തും. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതാനും.
സംസ്ഥാനത്തെ അതിപുരാതന വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആചാരത്തിന്റെ ഭാഗമായ ജലഘോഷയാത്ര, വള്ളംകളി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അടുത്ത മാസമായിരിക്കും നടക്കുക. അടുത്ത മാസം 18-നാണ് ഇവ നടക്കുക. ഓണം കഴിഞ്ഞുള്ള ഉത്രട്ടാതി നാളിൽ. Thank you.